സുഹൃത്തുക്കൾ സഹായ വാട്സപ്പ് കൂട്ടായ്മ 1ാം വാർഷികവും ഭിന്നശേഷി സംഗമം മങ്കട പെരുമ്പറമ്പ് ബീകാടിൽ വെച്ച് സംഘടിപ്പിച്ചു. കരീം ഒറ്റപ്പാലം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അങ്ങനെ പല ജില്ലകളിൽ നിന്നും വന്ന ആളുകളുണ്ട്. അവർക്കെല്ലാവർക്കും സുഹൃത്തുക്കൾ സഹായം വാട്സപ്പ് കൂട്ടായ്മയുടെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. കാരണം ഇതുവരെ ഒരു കൊല്ലത്തോളമായി നമ്മൾ വെക്കുന്ന ഓരോരോ പരിപാടികളും എല്ലാവരും സഹകരിച്ച് സഹായിച്ചിട്ടുണ്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ടും ഇതുപോലെ നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ശശികുമാർ മങ്കട സ്വാഗതം പറഞ്ഞു. അബ്ബാസ് അലി ഉദ്ഘാടനം നിർവഹിച്ചു. ഈ കുട്ടികൾ അവിടെ വന്നപ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് ടൂർ പോകണം. നമ്മൾക്കപ്പുറമല്ലാതെ ഒരിതുമില്ലാത്ത ആ 10-25 കുട്ടികൾ അട്ടപ്പാടിയിലെ ദയാശ്രയ എന്ന് പറഞ്ഞ ആ സ്ഥാപനത്തിലെ കുട്ടികളാണ് ഇന്നത്തെ മെയിൻ. ഇന്ന് MLA മന്ത്രിയും ഷജീർ പഴയന്നൂർ മുഖ്യപ്രഭാഷണം നടത്തി. അതിലെല്ലാം ആ വ്യക്തി ചെയ്തിട്ടുള്ള നല്ല പ്രവൃത്തി എത്തിച്ചു കൊടുക്കാനുള്ള ഒരു വലിയ മനസ്സിനുടമയാണ്. അതിലുപരി സുഹൃത്തുക്കൾ സഹായം വാട്സപ്പ് കൂട്ടായ്മ കുറേ അധികം നല്ല പ്രവർത്തനങ്ങൾ ആരാരുമില്ലാത്ത അമ്മമാർക്ക്, വൃദ്ധസദനങ്ങളുടെ അമ്മമാർക്കാണെങ്കിലും ഭക്ഷണവും അതേപോലെ തന്നെ തുണിയും കാര്യങ്ങളൊക്കെ കൊടുക്കാനും എല്ലാ രീതിക്കും സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഘടനയാണ്, ഒരു വാട്സപ്പ് കൂട്ടായ്മയാണ് സുഹൃത്തുക്കൾ സഹായം. ആശംസകളായ അഡ്വക്കേറ്റ് റഷീദ് അലി, ശശികുമാർ, മുൻ ബ്ലോക്ക് മെമ്പർ മാസാറ്റ ഉണ്ണി, സുരേന്ദ്രൻ മങ്കട, ട്രോമ കയർ, സമദ് പറച്ചുകോട്ടിൽ, ബഷീറാജി പറച്ചുകോട്ടിൽ, സമദ് മങ്കട, സമദ് വരമ്പനാല, സ്രാജി വേങ്ങര, നൗഫൽ കൊണ്ടോട്ടി, കെ അബ്ദുൽ സലാം അവതരണം, അൻസാർ ബുസ്താൻ ചടങ്ങിൽ സംബന്ധിച്ചു. അട്ടപ്പാടി ഭിന്നശേഷി മക്കൾക്കായി ആജീവനാന്തകാലം ജീവിക്കാനുള്ള സ്ഥലം കെട്ടിടത്തിന്റെ ചെറിയ തുക ദയാശ്രയയ്ക്കു വേണ്ടി കൈമാറുകയും ചെയ്തു. ഗായികമാരായ ഷെബീർ ഷാ, സുബി എന്നിവരുടെ ഇശിൽ വിരുന്ന് അരങ്ങേറി. പരിപാടിയിൽ ഭക്ഷണ വിതരണവും പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകരെ ആദരിക്കുകയും ചെയ്തു.